നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ബാക്കി നിൽക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. സർക്കാർ ജീവനക്കാർക്ക് കാര്യമായ കരുതൽ. ശമ്പള പരിഷ്കരണത്തിന് പുതിയ കമ്മീഷൻ. അടിസ്ഥാന ശമ്പളത്തിന്റെ 50 ഉറപ്പ് നൽകി അഷ്വേർഡ് പെൻഷൻ. ഫെബ്രുവരിയിൽ ആദ്യ ഗഡു DA കുടിശ്ശിക തുടങ്ങി. അംഗനവാടി, ആശാവർക്കർ, പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ വേതന പരിഷ്കരണമടക്കം നിർണായക പ്രഖ്യാപനങ്ങൾ. ആരോഗ്യ അടിസ്ഥാന മേഖലകളുടെ വികസനത്തിന് വാരിക്കോരി പ്രഖ്യാപനം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പദ്ധതി. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ. ക്യാൻസർ, ക്ഷയ, കുഷ്ഠരോഗികളുടെ പ്രതിമാസ പെൻഷൻ ഇരട്ടിയാക്കി. അതിവേഗ റെയിൽ, വിഴിഞ്ഞം തുരങ്കപാതകൾ, വ്യവസായ ഇടനാഴി, IT പാർക്കുകൾ അടക്കം വാരിക്കോരി നീക്കിവയ്പ്. തൊഴിലുറപ്പിന് 1000 കോടി. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പ്രതിസന്ധി തുടരുമ്പോഴും അടിയുറപ്പോടെ ഇന്ത്യ. അടുത്ത സാമ്പത്തിക വർഷവും ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് ശക്തിയായി ഇന്ത്യ തുടരുമെന്ന് കേന്ദ്ര സാമ്പത്തിക സർവേ റിപ്പോർട്ട്. 7.2% വരെ GDP വളർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷ. രാഹുൽ തരൂർ അസ്വാരസ്യത്തിൽ ഒടുവിൽ മഞ്ഞുരുക്കം. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ശശി തരൂരുമായി പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തി. ആശങ്കയും നിലപാടും നേതൃത്വത്തെ നേരിട്ട് അറിയിച്ചുവെന്ന് തരൂർ. പാർട്ടിയുമായി ഒരു പ്രശ്നവുമില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി ഇറങ്ങുമെന്നും വിശദീകരണം. സ്വർണ്ണവില ഒറ്റയടിക്ക് പവന് 8,640 കോടി, 1,31,160 രൂപയിലെത്തി. ഗ്രാമിന് 1,080 രൂപ വർദ്ധിച്ച് 16,395 രൂപയായി. ഈ ആഴ്ച മാത്രം 10% വർധനവ്. വെള്ളിവിലയും കൂടി. ചരിത്രത്തിലാദ്യമായി വില കിലോഗ്രാമിന് 4 ലക്ഷം രൂപ അടുത്ത്. തദ്ദേശത്തിലെ തിരിച്ചടിയിൽ വലിയ ആശങ്കയുണ്ടെങ്കിലും ഭരണ തുടർച്ചാ മോഹവുമായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വാരി വിതറി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. കേരള സമൂഹത്തിന്റെ ഒരു വിഭാഗത്തെയും മാറ്റി നിർത്താതെയുള്ള പ്രഖ്യാപനങ്ങൾ. ശമ്പള പരിഷ്കരണത്തിന് പുതിയ കമ്മീഷൻ. പങ്കാളിത്ത പെൻഷന് പകരം അടിസ്ഥാന ശമ്പളത്തിന്റെ 50 ഉറപ്പ് നൽകി അഷ്വേർഡ് പെൻഷൻ. ഫെബ്രുവരിയിൽ ആദ്യ ഗഡു DA കുടിശ്ശിക തുടങ്ങി. അംഗനവാടി, ആശാവർക്കർമാരുടെ ശമ്പള പരിഷ്കരണം അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നിർണായകമായി. ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി പരമാവധി മേഖലകളെ തൃപ്തിപ്പെടുത്തിയ ജനകീയ ബജറ്റ്. സാധാരണക്കാരന് പ്രയോജനകരമാകുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഒറ്റനോട്ടത്തിൽ ബജറ്റിൽ കാണാം. അംഗനവാടി ആശാവർക്കർമാർക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കും സാക്ഷരതാ പ്രേരകമാർക്കും 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചു. ഏവരും കാത്തിരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തിയില്ല. എന്നാൽ 1-2 പിണറായി സർക്കാർ ഇതിനായി ചെലവഴിച്ച തുകയുടെ കണക്കുകൾ വിവരിച്ചു കാട്ടി. അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. ആശാവർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ സർക്കാർ ജീവനക്കാരെ കയ്യിലെടുക്കാൻ നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തി. ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. അഷ്വേർഡ് പെൻഷൻ ഏപ്രിൽ മുതൽ നടപ്പാക്കും. ക്ഷാമബത്ത കുടിശ്ശിക അടുത്ത മാസം മുതൽ നൽകി തുടങ്ങും. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. സർ, DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ആദ്യ ഗഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നാക്കം നിൽക്കുന്നവർക്കായി പ്രഖ്യാപനങ്ങൾ വാരിക്കോരി നടത്തിയിരിക്കുകയാണ് സർക്കാർ ഈ അവസാന കാലത്ത്. പക്ഷേ ഇവ നടപ്പാക്കാനുള്ള വിഭവ സമാഹരണവും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയും 2 മാസങ്ങൾക്കപ്പുറം വരുന്ന പുതിയ സർക്കാരിന് വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ. ഗതാഗതം, വ്യവസായം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന പദ്ധതികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, വിഴിഞ്ഞം തുറമുഖ വികസനം, സൈബർ വാലി എന്നിവയാണ് പദ്ധതികൾ.
അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സുപ്രധാന പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, ഡൽഹി മീററ്റ് അതിവേഗ പാതയുടെ മാതൃകയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണിത്. 4 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന ഇതിന്റെ ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സർ, റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം RRTS. സർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യം അനിവാര്യമാണ് എന്നത് നമുക്കെല്ലാം അറിവുള്ളതും ബോധ്യമുള്ളതുമാണല്ലോ. ഡൽഹി മീററ്റ് RRTS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഈ സംവിധാനം വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 1ാം ഘട്ടം, തൃശൂർ കോഴിക്കോട് 2ാം ഘട്ടം, കോഴിക്കോട് കണ്ണൂർ 3ാം ഘട്ടം, കണ്ണൂർ കാസർഗോഡ് 4ാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിന്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിക്കുന്നു. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിപ്പാതയായി പുനർനിർമ്മിക്കും. ഇതിന്റെ 1ാം ഘട്ടത്തിനായി കിഫ്ബി വഴി 5217 കോടി രൂപ നീക്കിവെച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചു. 2134.5 കോടി രൂപയാണ് പദ്ധതിക്കായി ചിലവ് വരിക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനായും വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. അനുബന്ധ പദ്ധതികൾക്കായി 1000 കോടി രൂപയുടെ നിക്ഷേപം നടത്താനും പദ്ധതിയുണ്ട്. ഒപ്പം വിഴിഞ്ഞം തുറമുഖം മുതൽ ചവറ വഴി കൊച്ചി വരെ ബന്ധിപ്പിക്കുന്ന ഒരു റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കും. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായുള്ള ഈ പദ്ധതിക്കായി 1350 ഏക്കർ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു. കൊച്ചി ഇൻഫോ പാർക്ക് ഫേസ് 3ൽ 300 ഏക്കറിൽ IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുടെ ഹബ്ബായി സൈബർ വാലി വികസിപ്പിക്കും. ഇതിനായി 30 കോടി രൂപ മാറ്റിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യരംഗത്തിനും വിദ്യാഭ്യാസ രംഗത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സൗജന്യ വിദ്യാഭ്യാസം ഇനി ബിരുദ തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസും അവതരിപ്പിച്ചു. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാൻസർ, കുഷ്ഠം, എയ്ഡ്സ്, ക്ഷയബാധിതരുടെ പെൻഷൻ ഇരട്ടിയാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ചരിത്രമെഴുതിക്കൊണ്ടാണ് സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനം നടന്നത്. +2 വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസം ഇനി ബിരുദ തലത്തിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഉന്നത പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാകുന്നതാണ് ഈ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ നടപ്പാക്കുന്നതിനും 4 വർഷ ബിരുദ കോഴ്സുകൾ പ്രാവർത്തികമാക്കുന്നതിനും 851.46 കോടി രൂപ നീക്കിവെക്കും. സ്കൂളുകളിലെ സൗജന്യ യൂണിഫോം വിതരണത്തിന് 150.34 കോടി രൂപ വിലയിരുത്തി. സൗജന്യ യൂണിഫോം വിതരണ പദ്ധതിക്കായി 150.34 കോടി രൂപ ഉയർത്തുന്നു. ഇതിൽ എയ്ഡഡ് LP, സർക്കാർ LP, സർക്കാർ UP സ്കൂളുകളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും 2 ജോഡി സൗജന്യ കൈത്തറി യൂണിഫോം നൽകുന്നതിനുള്ള കൈത്തറി ഡയറക്ടറേറ്റിന്റെ പദ്ധതിക്കായുള്ള 70 കോടി രൂപ ഉൾപ്പെടും. ആരോഗ്യ മേഖലയ്ക്കും വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. വൈദ്യ ശുശ്രൂഷ, പൊതുജനാരോഗ്യ മേഖലയ്ക്കായുള്ള വിഹിതം വർദ്ധിപ്പിച്ച് 2500.31 കോടി രൂപയായി വകയിരുത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 350.12 കോടി രൂപ കൂടുതലാണിത്. 2ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനായി 12 കോടി രൂപ വകയിരുത്തി. ഓട്ടോ ഡ്രൈവർമാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും സേവനം ലഭ്യമാകും. ഇതിനായി 15 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സർ, വൈദ്യ ശുശ്രൂഷയും പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് 2500.31 കോടി രൂപയായിട്ട് വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ വിഹിതത്തേക്കാൾ 350 കോടി രൂപ, 350.12 കോടി രൂപ, 16.28% കൂടുതലാണ്. കാരുണ്യ പദ്ധതിക്കായി 900 കോടി രൂപ വകയിരുത്തി. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 200 കോടി രൂപയുടെ വർധനവാണിത്. പുതിയ മെഡിക്കൽ കോളേജുകൾക്കായി 57 കോടി രൂപയും ക്യാൻസർ ചികിത്സയ്ക്കായി ആകെ 203 കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ക്യാൻസർ, കുഷ്ഠ, എയ്ഡ്സ്, ക്ഷയബാധിതരുടെ പെൻഷൻ 1000 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി. കൊച്ചി ക്യാൻസർ സെന്ററിന് 30 കോടിയും RCCക്ക് 90 കോടിയും വകയിരുത്തി. നാഷണൽ ഹെൽത്ത് മിഷന് 465.20 കോടി രൂപയുടെ സംസ്ഥാന വിഹിതവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലും കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം. കേരളത്തിന് അർഹമായ വിഹിതം വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് ധനമന്ത്രി പറഞ്ഞു.
കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വോട്ട് ചോരി മാത്രമല്ല നോട്ട് ചോരിയും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കേന്ദ്രം തന്നെ അംഗീകരിച്ചു തന്ന കടപരിധിയിൽ നിന്നും 5,944 കോടി രൂപ വെട്ടിക്കുറച്ചു. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാസങ്ങളിൽ സംസ്ഥാനത്തിന്റെ ചെലവുകൾ ഏറ്റവും ഉയർന്നു നിൽക്കുമെന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവസാന മാസങ്ങളിൽ ഇങ്ങനെയൊരു പ്രഹരം നമുക്ക് തന്നത്. കടുത്ത അവഗണനയ്ക്കിടയിലും കേരളം വളർന്നു. സംസ്ഥാനത്തിന്റെ കടം താങ്ങാവുന്ന പരിധിയിലാണ്. 4 വർഷത്തിനിടെ ഗുണകരമായ പുരോഗതിയുണ്ടായി. എന്നാൽ തൊടുന്യായം പറഞ്ഞ് അർഹമായ വിഹിതം വെട്ടുകയാണെന്നും കേന്ദ്രത്തിനെതിരെ യോജിച്ചുള്ള പ്രതിഷേധം ആവശ്യമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര അവഗണനയെ പ്രതിരോധിക്കാനുള്ള ഒന്നാമത്തെ മാർഗം അനീതിയാണ് നടക്കുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. കേരളം സംഘയുക്തമാർ ഒത്തൊരുമയോടെ നിന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. സാമ്പത്തിക വർഷാവസാനം കേന്ദ്രം കേരളത്തെ കുരുക്കി. ഫെഡറലിസം തകർക്കാൻ കേന്ദ്രം ശ്രമം നടത്തുകയാണെന്നും അതിലെ പ്രതിഷേധം ബജറ്റിൽ രേഖപ്പെടുത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ധനമന്ത്രിയുടെ ബഡ്ജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവുള്ള കേരളത്തിൽ അവതരിപ്പിച്ച സർക്കാരിന്റെ ബജറ്റ് ജനങ്ങൾ വിശ്വസിക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ 600 രൂപ ഇപ്പൊ കൂട്ടിയിട്ട് 2 ആഴ്ച 1 മാസമായുള്ളൂ. അതായത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് ഗുണം കിട്ടിയില്ല എന്ന് മനസ്സിലായി. തലേ ആഴ്ച പ്രഖ്യാപിക്കുക, വല്ല ഗുണം കിട്ടിയ. കാരണം കേരളത്തിലെ ജനങ്ങളുടെ പ്രായോഗികമായി കൃത്യതയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് അമിതമായി യാതൊന്നുമില്ലെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഈ ബജറ്റ് നടപ്പാക്കുന്നത് ഇടതു സർക്കാർ തന്നെ ആകുമെന്നും പ്രതിപക്ഷത്തിന്റേത് വെറും മോഹം മാത്രമാണെന്നും ധനമന്ത്രി പറഞ്ഞു. ശമ്പള പരിഷ്കരണം നടപ്പാക്കുമ്പോഴുള്ള അധിക ചെലവിനുള്ള തുക കണ്ടെത്തിയിട്ടുണ്ടെന്നും ധനമന്ത്രി അമൃത വാർത്തകളോട് പ്രതികരിച്ചു. പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാൻ രാഷ്ട്രീയ ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന പ്രതിപക്ഷത്തിന്റേത് ഉൾപ്പെടെയുള്ള വിമർശനം പൂർണ്ണമായും തള്ളുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. അപ്രായോഗികമായി ഒന്നും തന്നെ ബജറ്റിലില്ല എന്നും പ്രഖ്യാപിക്കാൻ കഴിയുമെങ്കിൽ അത് നടപ്പാക്കാനും അറിയാമെന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നു. ഇപ്പോൾ പ്രഖ്യാപിച്ച ബജറ്റ് നടപ്പാക്കുന്നത് UDF സർക്കാർ ആകുമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രസ്താവനയെ പരിഹസിക്കുകയാണ് ധനമന്ത്രി. ഇത് രാഷ്ട്രീയ ബജറ്റല്ല, ശരിക്കും ജനകീയമായ ബജറ്റാണ്. കഴിഞ്ഞ 5 വർഷം മുമ്പ് നടത്തിയപ്പോഴും ഇതുപോലെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ജനങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് കൃത്യമായി നടപ്പിലാക്കുമെന്ന് അറിഞ്ഞ് ഏൽപ്പിച്ചു. കൃത്യമായി നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ഒരു മുന്നണി കഴിഞ്ഞാൽ വേറൊരു മുന്നണി എന്നുള്ളതല്ല സാധാരണ സ്ഥിതി. ഒരു മുന്നണി കഴിഞ്ഞാൽ അതേ മുന്നണി തന്നെ വരുന്ന പല സ്ഥലത്തുമുള്ള ഇന്ത്യയിലെ തന്നെ പലയിടത്തുമുള്ള അതേ സ്ഥിതിയാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലാതെ പറ്റാത്തൊരു കാര്യം പറഞ്ഞാൽ നാളെ ഇടതുപക്ഷ മുന്നണി ആൻസറബിൾ ആവും. ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമിതമായ ഒരു കാര്യവും ഇല്ല. നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ആശങ്ക തോന്നുന്നത് സ്വാഭാവികമാണ് പ്രതിപക്ഷത്തിന്. കാരണം ഇത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടതുപക്ഷ മുന്നണിക്ക് സപ്പോർട്ട് വരില്ല. അതുകൊണ്ട് മാത്രമാണ്. ഇത് രാഷ്ട്രീയ ബജറ്റൊന്നുമല്ല, പ്രായോഗികമായി കൃത്യതയുള്ള ബജറ്റ് തന്നെയാണ്. ജനക്ഷേമ പദ്ധതികൾ വാരിക്കോരി പ്രഖ്യാപിക്കുമ്പോൾ വിഭവ സമാഹരണം എങ്ങനെയെന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ജീവനക്കാരെ കയ്യിലെടുക്കാൻ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമ്പോൾ പണം എവിടെ നിന്ന് എന്നതിനും ധനമന്ത്രിക്ക് മറുപടിയുണ്ട്. പോക്കാനില്ല. കാരണം ഇവർക്ക് DA മൊത്തം കൊടുത്താൽ തന്നെ ശമ്പള പരിഷ്കരണത്തിൻ്റെ മേജർ ആസ്പെക്റ്റ് കഴിഞ്ഞു. പിന്നെ ചെറിയൊരു ഫിറ്റ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളാണ് കമ്മീഷൻ വരുമ്പോൾ ചെയ്യുന്നത്. അത് നമുക്ക് ഞങ്ങൾ വന്നപ്പോഴാണല്ലോ കഴിഞ്ഞ വർഷത്തെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി 5 വർഷം. ഇതിപ്പോൾ അത് കൃത്യമായിട്ട് ആ സമയത്ത് ചെയ്യാൻ പറ്റും. പിന്നെ DA കുടിശ്ശികയായിരുന്നു എപ്പോഴും ഇവർ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരുന്ന കാര്യം. DA കുടിശ്ശിക കൊടുക്കില്ല. DA മുഴുവൻ കൊടുക്കാൻ തീരുമാനിച്ചു. DA കുടിശ്ശിക ഗഡുക്കളായി കൊടുക്കും. അതിൻ്റെ ആദ്യ ഗഡു ഈ നെക്സ്റ്റ് സാമ്പത്തിക വർഷം തന്നെ കൊടുക്കും. അതിന് പണം ബഡ്ജറ്റിൽ കണക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും സന്തോഷിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ പാളിപ്പോകില്ല എന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. അതേസമയം പ്രതിപക്ഷമാകട്ടെ കഴിഞ്ഞ 10 വർഷത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഇനിയും നടപ്പാക്കാത്ത പദ്ധതികൾ ഉയർത്തിക്കാട്ടി മേൽക്കൈ നേടാനാണ് ശ്രമിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിൽ റബ്ബറിന് കടുത്ത അവഗണന. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തുമെന്ന കർഷകരുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായില്ല. ഇതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റബ്ബർ വില ഒരു ചർച്ചാ വിഷയമായി ഉയർന്നേക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ചിരുന്ന റബ്ബർ കർഷകർ നിരാശരായി. റബ്ബർ കൃഷിക്കോ കർഷകർക്കോ ഗുണകരമായ പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായില്ല. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തിയതുമില്ല. റബ്ബർ കർഷകരെ പാടെ അവഗണിച്ചു. കാരണം അവർ സംഘടനത്തിലല്ല. അവിടെ ഒറ്റപ്പെട്ട ചില സംഘടനകൾ ഇതിന് ചെറിയ സമരങ്ങളൊക്കെ ചെയ്ത് മാറുന്നതല്ലാതെ റബ്ബർ കർഷകരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നൊരു ധാരണ അത് ഗവൺമെൻറ്റിന് വന്നു. പക്ഷേ എല്ലാവരും ഓർത്തത് ഇപ്പോൾ ഈ അവസാന സമയമാണ്. എന്തായാലും ഗവൺമെൻറ് ഒരു
250 രൂപയിലും ആക്കും എന്ന് വിചാരിച്ചിരുന്നു. അതും നിരാശപ്പെടുത്തി കളഞ്ഞു. 1.25 ലക്ഷം ഹെക്ടർ റബ്ബർ അൺടാപ്പഡ് തോട്ടങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. അവർ ബോർഡിന് തന്നെ കണക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വെട്ടുന്നവർക്ക് അത് കിട്ടുന്നുമില്ല. അപ്പോൾ അവർക്ക് ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഉൽപ്പാദന ചെലവ് പലതരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ മനുഷ്യന് ബുദ്ധിമുട്ട് വരും. റബ്ബർ ഷീറ്റായി വിപണിയിൽ എത്തിച്ചെങ്കിൽ മാത്രമേ കർഷകർക്ക് വിലവർദ്ധനവിൻ്റെ ഗുണം ലഭിക്കൂ. എന്നാൽ റബ്ബറിന് 250 രൂപയെങ്കിലും വില ലഭിച്ചാൽ മാത്രമേ ഷീറ്റായി റബ്ബർ വിപണിയിൽ എത്തിക്കാനും സാധിക്കൂ. റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട സഹായം ചെയ്യണം. അത് അറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ ദുർബലരായ കൃഷിക്കാർ അതിട്ടിട്ട് വേറെ വഴിക്ക് പോയി. കേരളത്തിൽ വഴിക്ക് പോയി എന്നുള്ളതാണ്. 250 കിട്ടിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അടിസ്ഥാനമായിട്ട് തൊഴിലാളികളില്ല. തൊഴിലാളികളെ പുറത്തുനിന്ന് കൊണ്ടുവരണം, ട്രെയിനിങ് കൊടുക്കണം, അവരെ ഇവിടെ താമസിപ്പിക്കണം, അവർക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം. മധ്യകേരളത്തിലെ പ്രധാന നാണ്യവിളകളിൽ ഒന്നായ റബ്ബറിനെ ബജറ്റിൽ അവഗണിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചർച്ചാ വിഷയമായി മാറും. ഇവിടുത്തെ റബ്ബർ മേഖല സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുവാൻ 1 കിലോ റബ്ബർ ഷീറ്റിന് 250 രൂപ അടിസ്ഥാന വില നൽകാമെന്ന് നൽകിയ ഉറപ്പ് ഈ ബഡ്ജറ്റിലെങ്കിലും ഈ സർക്കാരിൻ്റെ അവസാന കാലത്തെങ്കിലും ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കർഷകർക്ക് കടുത്ത നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി ആഭ്യന്തര വിപണിയിലെ റബ്ബർ വിലയിൽ ഉയർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് വീണ്ടും ഇറക്കുമതി വർദ്ധിക്കാൻ കാരണമാകും. സംസ്ഥാന ബജറ്റിൽ അവഗണന നേരിട്ടതോടെ ഇനി കേന്ദ്ര ബജറ്റിലാണ് റബ്ബർ കർഷകരുടെ പ്രതീക്ഷ. അമൃത ന്യൂസ്, കോട്ടയം. പ്രതിപക്ഷം ലോക കേരള സഭ ബഹിഷ്കരിച്ചത് നിർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവാസികളുടെ ഒരു സഭയാണ് ലോക കേരള സഭ. വളരെ ഇടുങ്ങിയ മനസ്സോടെയാണ് പ്രതിപക്ഷം ലോക കേരള സഭ ബഹിഷ്കരിച്ചത്. സഭയിൽ പങ്കെടുത്ത് പ്രതിപക്ഷത്തിന് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ മൊത്തം ജനസംഖ്യ 52.37 ലക്ഷമായി ഉയർന്നുവെന്ന് ജനറൽ അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ. രാജ്യത്തെ ആകെ ജനസംഖ്യയിൽ 70% പ്രവാസികളാണ്. ഇന്ത്യക്കാരുടെ എണ്ണം 10.59 ലക്ഷമായി ഉയർന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 20% വർധനവാണ് ഉണ്ടായത്. സ്വദേശികളുടെ എണ്ണം 15.6 ലക്ഷമാണ്. പ്രവാസി ജനസംഖ്യയിൽ ഇന്ത്യക്കാർക്ക് തൊട്ടുപിന്നിൽ ഈജിപ്ഷ്യൻ സമൂഹമാണ് ഉള്ളത്. 3-ാം സ്ഥാനത്ത് ബംഗ്ലാദേശികളാണ്. ആകെ ജനസംഖ്യയിൽ പുരുഷന്മാർ 61%, സ്ത്രീകൾ 39%. കുവൈറ്റിലെ ഏറ്റവും അധികം മലയാളികൾ താമസിക്കുന്ന ജിലീബ് അൽ ഷുയൂഖ് പ്രദേശത്തെ 10 അനധികൃത കെട്ടിടങ്ങൾ കൂടി പൊളിച്ചുമാറ്റുമെന്ന് പൊതുമരാമത്ത് മന്ത്രാലയം. ഈ കെട്ടിടങ്ങളുടെ പൊളിച്ചുമാറ്റൽ പ്രക്രിയ അടുത്ത ആഴ്ചയോടെ നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ഘടനാപരമായി ദുർബലമായ ഈ കെട്ടിടങ്ങൾ തകർന്നു വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് മന്ത്രാലയം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട മുനിസിപ്പൽ വകുപ്പുകൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കെട്ടിടങ്ങൾ പൊതുമരാമത്ത് മന്ത്രാലയം പരിശോധിച്ചതായും ഇവയിൽ ചില കെട്ടിടങ്ങൾ നിയമലംഘനം നടത്തി വാണിജ്യപരമായി ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. നഗരസഭാ ഇൻസ്പെക്ടർമാർ നടത്തുന്ന ഫീൽഡ് പരിശോധനകളുടെ കണ്ടെത്തലുകൾക്ക് അനുസൃതമായി ഇവ കൈകാര്യം ചെയ്യുമെന്നും പത്രം റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിയുടെ ആതിഥേയത്വത്തിൽ ആഘോഷ വിരുന്ന് സംഘടിപ്പിച്ചു. വിവിധ പരിപാടികൾ അരങ്ങേറി. ജിദ്ദ ഹയാത്ത് പാർക്ക് ഓഡിറ്റോറിയത്തിൽ ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറലിന്റെ ആതിഥേയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിയിൽ വിവിധ രാജ്യങ്ങളുടെ കോൺസുൽ ജനറൽമാർ, നയതന്ത്രജ്ഞർ, സൗദിയിലെ വ്യവസായ പ്രമുഖർ, സാമൂഹിക പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ സൗദി വിദേശകാര്യ മന്ത്രാലയം റീജിയണൽ ഡയറക്ടർ ജനറൽ ഫരീദ് ബിൻ സൗദ് അൽ ഷഹരി മുഖ്യാതിഥിയായും ജിദ്ദ ഇസ്ലാമിക് പോർട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജനറൽ ക്യാപ്റ്റൻ സലീം അൽ മെഹ്വാരി വിശിഷ്ടാതിഥിയുമായിരുന്നു. ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിയും പ്രധാന അതിഥികളും ചേർന്ന് ചെടികൾ നനച്ചുകൊണ്ടാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും ഇന്ത്യൻ ഹാജിമാർക്ക് സൗദി ഗവൺമെന്റ് നൽകുന്ന പരിഗണനയും കോൺസുൽ ജനറൽ സംസാരത്തിൽ സൂചിപ്പിച്ചു. പരിപാടിയിൽ നൃത്താധ്യാപിക പുഷ്പ സുരേഷ് ചിട്ടപ്പെടുത്തിയ ഭരതനാട്യം, കഥക് തുടങ്ങിയ ക്ലാസിക്കൽ നൃത്തങ്ങളും
ഗായിക ഷിഫാന ഷാജിയും സംഘവും അവതരിപ്പിച്ച ദേശഭക്തി ഗാനവും ഏറെ ശ്രദ്ധേയമായി. ചടങ്ങിൽ ഇന്ത്യൻ ചലച്ചിത്രം തന്ത്രയുടെ പ്രത്യേക പ്രദർശനവും നടന്നു. സുൽഫിക്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റിൽ ജലീബ് ഷുയൂഖ് പ്രദേശത്ത് സുരക്ഷാ പരിശോധനയിൽ നിരവധി പേർ പിടിയിലായി. ഫർവാനിയ ഗവർണറേറ്റ് സുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ നിരവധി നിയമലംഘകരും നിരവധി കേസുകളിൽ പ്രതികളായ പിടികിട്ടാപ്പുള്ളികളും പിടിയിലായി. ഇതിനു പുറമെ ലൈസൻസില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പച്ചക്കറി സംഭരണശാലയിൽ ഒരു ബാർബർ ഷോപ്പും അടച്ചുപൂട്ടുകയും കെട്ടിട ചട്ടങ്ങൾ ലംഘിച്ച 2 വീടുകളിൽ നിന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. പിടിയിലായവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും രാജ്യത്ത് ഉടനീളം സുരക്ഷാ പരിശോധന കർശനമായി തുടരുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ സ്വദേശീവൽക്കരണം ഏതാനും പ്രൊഫഷണലുകളിൽ വിദേശികളെ ജോലി ചെയ്യുന്നത് പൂർണ്ണമായും വിലക്കുന്നു. ജനറൽ മാനേജർ, പർച്ചേസിംഗ് മാനേജർ, സെയിൽസ് റെപ്രസെന്റേറ്റീവ്, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്നിവ ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖലകളിലാണ് രാജ്യത്ത് വിദേശികൾ ജോലി ചെയ്യുന്നത് വിലക്കുന്നതെന്ന് പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രവാസി തൊഴിലാളികൾ അവരുടെ ചില തൊഴിൽ മേഖലകൾ മാറ്റുന്ന സേവനവും നിർത്തിവച്ചതായും റിപ്പോർട്ടുണ്ട്. പ്രവാസികൾക്കുള്ള രേഖകളിൽ നിന്ന് ജനറൽ മാനേജർ പ്രൊഫഷൻ ഹിവ പ്ലാറ്റ്ഫോം നീക്കം ചെയ്തു. ഈ പ്രൊഫഷൻ സൗദി പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതായി പ്ലാറ്റ്ഫോം വ്യക്തമാക്കി. സൗദിയിലെ വാണിജ്യ നഗരമായ ജിദ്ദയ്ക്ക് പുതുവർഷ സമ്മാനമായി GCCയിലെ പ്രമുഖ വ്യാപാര ശൃംഖലയായ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന് കീഴിലുള്ള അൽ വഫ ഹൈപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും പുതിയ ശാഖ ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചു. സൗദിയിലെ 13ാമത്തെയും മക്ക റീജിയനിലെ 4ാമത്തെയും ഔട്ട്ലെറ്റാണ് ബാഗ്ദാദിയയിൽ തുറന്നത്. ജിദ്ദയുടെ ഹൃദയഭാഗത്ത് ബാഗ്ദാദിയ സെരിയ സ്ക്വയറിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ അൽ വഫ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ഔട്ട്ലെറ്റ് തുറന്നത്. ഡോക്ടർ മുഹമ്മദ് അൽ മുന്തസിർ, ഡോക്ടർ സാലെ മലൈഖ, ഷെയ്ഖ് മുഹമ്മദ് ഷാദ് മുഹമ്മദ് തുടങ്ങി നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ആഘോഷപൂർവ്വമായിരുന്നു ഉദ്ഘാടനം. അൽ വഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ സിദ്ദീഖ് കോറോത്ത്, മുഹമ്മദ് കോറോത്ത്, മാജിദ് കോറോത്ത്, അബ്ദുൽ നാസർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജിദ്ദ ബലദിയ മേധാവി ഷെയ്ഖ് അൽ സായിദ് നാടമുറിച്ചാണ് ഹൈപ്പർ മാർക്കറ്റ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഏകദേശം 50,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരേ സമയം 300ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടത്തെ പ്രത്യേകതയാണെന്ന് അൽ വഫ ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ അബ്ദുൽ നാസർ പറഞ്ഞു. അൽ വഫ ഹൈപ്പർ മാർക്കറ്റ് 50,000 സ്ക്വയർ ഫീറ്റിൽ 300 കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി ഇന്ന് ജിദ്ദയിലെ ബാഗ്ദാദിൽ ഞങ്ങൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വർഷം 2026 എൻ്റെ കിങ്ഡം അൽ വഫ 10 ഹൈപ്പർ മാർക്കറ്റുകളാണ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുക. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് അൽ വഫയുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഫഹദ് മെയ്യോൺ വ്യക്തമാക്കി. ലോകത്താകമാനം വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസിലേക്ക് നമ്മുടെ ഉപഭോക്താക്കൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഗ്ലോബലി ട്രാവൽ ചെയ്തൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നേടുന്ന കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ചത് നൽകുക എന്നുള്ള ഒരു വലിയൊരു ഉദ്യമം എപ്പോഴും ഹൈപ്പർ അൽ വഫ മാനേജ്മെന്റ് ഒരു ഡിസിഷനായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ചും വരാനിരിക്കുന്ന റംസാനുമായി ബന്ധപ്പെട്ടും വലിയ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് ചീഫ് പ്രൊക്യൂർമെന്റ് ഓഫീസർ നാസർ പറഞ്ഞു. അവർക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള പ്രൈസുള്ള പ്രൊമോഷൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇനിയിപ്പോൾ റമദാൻ സീസൺ വരുവാണല്ലോ, അപ്പോൾ അതിന് നമ്മൾ ആകർഷകമായ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസുള്ള പ്രൊമോഷൻസ് പ്ലാനിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇലക്ട്രോണിക്, ഫാഷൻ, ബേക്കറി, മാംസം, മത്സ്യം തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ഇവിടെ ലഭ്യമാണ്. സറഫിയോട് ചേർന്ന് നിൽക്കുന്ന ബാഗ്ദാദിയയിലെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്ക് ഏറെ ഉപകാരപ്പെടുമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. സുൽഫിക്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വീണ്ടും ഇടിവ്. ഒരു UAE ദിർഹത്തിനെതിരെ 25 രൂപയ്ക്ക് മുകളിലാണ് ആഗോള വിപണിയിൽ നിരക്ക്. ചരിത്രത്തിലെ തന്നെ രൂപയുടെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. ഒരു UAE ദിർഹത്തിന് 25 രൂപ 06 പൈസ എന്നതായിരുന്നു ഇന്നത്തെ വിനിമയ നിരക്ക്. ശമ്പള ദിവസങ്ങളായതിനാൽ നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാൻ സാധിക്കും എന്നതിന്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ. സൗദി റിയാലിന് 24.51 രൂപയും ഖത്തർ റിയാലിന് 25.22 രൂപയും
കുവൈറ്റ് ദിനാറിന് 299.85 രൂപയുമായിരുന്നു വിനിമയ നിരക്ക്. മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും യുവതലമുറയെ രക്ഷിക്കാനുള്ള നടപടികളുടെ ഭാഗമായി സ്കൂളുകളെ കൂടി ഉൾപ്പെടുത്തി UAE. നിയമ നടപടിയിലേക്ക് കടക്കാതെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് സംശയിക്കുന്ന കേസുകൾ മാതാപിതാക്കളെയോ രക്ഷിതാക്കളെയോ അറിയിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ വിദ്യാലയങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ട് UAE നിയമപരിഷ്കരണം പ്രഖ്യാപിച്ചു. 2025 ഫെഡറൽ ഡിക്രി നിയമം നമ്പർ 14 ഇത് സംബന്ധിച്ച ഭേദഗതികൾ കൊണ്ടുവന്നത്. മയക്കുമരുന്നിന് ഇരയാകുന്ന കൗമാരക്കാരെ ചികിത്സയിലേക്കും പുനരധിവാസത്തിലേക്കും നയിക്കുന്നതിനോട് ഒപ്പം അവരുടെ വിദ്യാഭ്യാസവും സാമൂഹിക സ്ഥിരതയും സംരക്ഷിക്കുക എന്നതാണ് നിയമപരിഷ്കരണത്തിന്റെ ലക്ഷ്യം. അടുത്ത സാമ്പത്തിക വർഷവും ഇന്ത്യ ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സാമ്പത്തിക ശക്തിയായി തുടരുമെന്ന് കേന്ദ്രത്തിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. സാമ്പത്തിക സർവേയിൽ ഇന്ത്യക്ക് 6.8 മുതൽ 7.2% വരെ GDP വളർച്ചയാണ് പ്രവചിക്കുന്നത്. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് V. അനന്തനാഗേശ്വരൻ പാർലമെന്റിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ട് സമർപ്പിച്ചത്. GST പരിഷ്കാരം നടപ്പാക്കിയും ആദായ നികുതി ഇളവുകൾ അനുവദിച്ചും പണപ്പെരുപ്പം നിയന്ത്രിച്ചും ഇന്ത്യ GDP വളർച്ചയെ ഉലയാതെ പിടിച്ചു നിർത്തിയെന്ന് സാമ്പത്തിക സർവേ പറയുന്നു. റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതും നേട്ടമായി. സാമ്പത്തിക സർവേയിൽ 2026-27 ഇന്ത്യക്ക് 6.8 മുതൽ 7.2% വരെ GDP വളർച്ചയാണ് പ്രവചിക്കുന്നത്. കഴിഞ്ഞ വർഷം 6.5% ഇന്ത്യയുടെ വളർച്ച. നടപ്പു വർഷത്തെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 7.4%. ഇന്ത്യയിൽ ഉപഭോക്തൃ വിപണി ഉൾപ്പെടെ ശക്തമാണെങ്കിലും പുറത്തുനിന്നുള്ള ഭീഷണികൾ അവഗണിക്കാനാവില്ലെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചെത്തിയതോടെ വ്യാപാര രംഗത്ത് കടുത്ത വെല്ലുവിളികളാണ് ഇന്ത്യ നേരിടുന്നത്. ഇന്ത്യക്കുമേൽ 50% ഇറക്കുമതി തീരുവയാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദേശ നിക്ഷേപത്തിൽ ഉണ്ടാകുന്ന കുറവ് രൂപയുടെ മൂല്യത്തെ ബാധിച്ചേക്കാം. ആഗോളതലത്തിലെ വെല്ലുവിളികളുടെ സാഹചര്യത്തിൽ അടുത്ത വർഷം ഇന്ത്യയിൽ പണപ്പെരുപ്പം ഉയരുമെന്ന വിലയിരുത്തലും സാമ്പത്തിക സർവേ റിപ്പോർട്ടിലുണ്ട്. പണപ്പെരുപ്പം നിയന്ത്രിക്കാനും അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ തുക ചിലവിടാനും സർക്കാരിന് സാധിച്ചു. നികുതിദായകരുടെ എണ്ണം 6.9 കോടിയിൽ നിന്ന് 9.2 കോടിയായി വർദ്ധിച്ചു. തൊഴിലില്ലായ്മ നിരക്ക് 6% നിന്ന് 3.2% കുറഞ്ഞു. വനിതാ പങ്കാളിത്തം 23.3% നിന്ന് 41.7% ഉയർന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് ബജറ്റ് സമ്മേളനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-26 രാജ്യത്തിന്റെ GDP 7.4% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മോദി കൂട്ടിച്ചേർത്തു. ആത്മവിശ്വാസ് की अभिव्यक्ति था. രാഹുൽ തരൂർ അസ്വാരസ്യത്തിൽ ഒടുവിൽ മഞ്ഞുരുക്കം. ഇടക്കാലം കൊണ്ട് വഷളായ ബന്ധം വീണ്ടും ട്രാക്കിലാക്കാൻ നടന്ന ചർച്ചകൾ വിജയം കണ്ടു. താനും പാർട്ടിയും ഒരേ ദിശയിലെന്നും നിയമസഭാ പ്രചരണത്തിന് താൻ ഇറങ്ങുമെന്നും ശശി തരൂർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഒറ്റയടിക്ക് പവന് 8,640 രൂപ കൂടി. 16,395 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പണിക്കൂലിയും GSTയും അടക്കം 1 പവൻ സ്വർണ്ണാഭരണത്തിന് 1.5 ലക്ഷം രൂപയോളം വില വരും. സമൂഹത്തിന്റെ സർവസ്പർശിയായ വികാസമാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രവർത്തന പദ്ധതിയുടെ കാതൽ. അമ്മയുടെ ഈ ചിന്തയുടെ സാക്ഷാത്കാരമാണ് മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി തവനൂരിൽ സന്യാസിമാർ നടത്തിയ മഹാസുദർശന ഹോമം. യജ്ഞാധികാരമുള്ള സ്ത്രീരത്നങ്ങളെപ്പറ്റി വേദകാലഘട്ടങ്ങളിൽ പരാമർശമുണ്ട്. എന്നാൽ സമൂഹത്തിൽ സ്ത്രീകൾ പാർശ്വവൽക്കരിക്കുന്നതാണ് പിന്നീടുള്ള ചരിത്രം. സമൂഹം വികസിച്ചപ്പോൾ പല മേഖലകളിലും സ്ത്രീകൾക്കും പ്രാധാന്യം ലഭിച്ചെങ്കിലും തന്ത്രകർമ്മങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചിരുന്നില്ല. ഇതിനു മാറ്റം വരുത്താനുള്ള ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ശ്രമഫലമായി മഠത്തിലെ നിരവധി സന്യാസിനികളും ബ്രഹ്മചാരിണിമാരുമാണ് പൂജകളും ഹോമങ്ങളും പഠിച്ച് ഈ മേഖലയിൽ സജീവമായത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം നിളാതീരത്ത് പുനരാരംഭിച്ച മഹാമാഘ മഹോത്സവത്തിൽ തവനൂരിൽ നടന്ന മഹാസുദർശന ഹോമത്തിന് നേതൃത്വം നൽകിയത് സന്യാസികളും ബ്രഹ്മചാരിണിമാരുമാണ്. നിരവധി സന്യാസിനിമാർ പൂജയിൽ പങ്കെടുത്തു. അമ്മ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു, മക്കളെല്ലാവരും പൂജ പഠിക്കണമെന്ന്.
ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു. അത് ഭാവിയിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പിൻ്റെ ആരംഭമാണെന്ന് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സന്ദർഭങ്ങളും തെളിയിച്ചിട്ടുണ്ട്. 100ഓളം ബ്രഹ്മചാരിണികൾ ഒരുമിച്ചിരുന്ന് ഈ പൂജ 4 പേരും മുഖ്യ കാർമ്മികത്വത്തിൽ ചെയ്യുകയും ബാക്കിയുള്ളവർ അതിൻ്റെ മറ്റ് പരികർമ്മിത്വം വഹിക്കുകയും ചെയ്യുകയുണ്ടായി. ഇത് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ഒരു അത്ഭുതമായിട്ടാണ് അവരുടെ മുഖം തെളിയിക്കുന്നത്. കാരണം ഇത്രയും ബ്രഹ്മചാരിണികളും സ്വാമിനിമാരും ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ഈ പൂജ എല്ലാവർക്കും ഒരു പ്രോത്സാഹനവും പ്രചോദനവുമായിട്ടിരിക്കുകയാണ്. തുടർന്ന് സന്യാസിനിമാരുടെ നേതൃത്വത്തിൽ ഭജനയും നടന്നു. അമൃത ന്യൂസ്, മലപ്പുറം. വൈവിധ്യമാർന്ന സന്യാസി സമ്പ്രദായങ്ങളുടെ സംഗമ ഭൂമി കൂടിയാണ് ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവം. ഉത്സവത്തിന്റെ ഭാഗമായി തവനൂർ മഹാദേവ ഘട്ടിൽ നടന്ന അഘോരി പൂജ അത്യപൂർവ കാഴ്ചയാണ് വിശ്വാസികൾക്ക് ഒരുക്കിയത്. കാശിയിലെ മണികർണിക, താരാപീഠ്, കാമാഖ്യ തുടങ്ങിയ ശ്മശാനങ്ങളിലാണ് സാധാരണ അഘോരി പൂജ നടക്കാറുള്ളത്. ദക്ഷിണ ഭാരതത്തിൽ അഘോരി പൂജ എവിടെയും നടക്കാറില്ല. കഴിഞ്ഞ വർഷം നടന്ന പ്രയാഗ് കുംഭമേളയിലെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു അഘോരി മണികണ്ഠൻ മഹാരാജും സംഘവും നയിച്ച പൂജ. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായാണ് തവനൂർ മഹാദേവ് ഘട്ടിൽ അഘോരി പൂജ നടന്നത്. ഇവിടെയും മണികണ്ഠൻ മഹാരാജാണ് പൂജയ്ക്ക് നേതൃത്വം നൽകിയത്. നിളാതീരത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഹോമകുണ്ഡം ഒരുക്കിയായിരുന്നു പൂജകൾ നടന്നത്. അർദ്ധരാത്രിയിൽ തുടങ്ങിയ ചടങ്ങുകൾ പുലർച്ചെയാണ് അവസാനിച്ചത്. സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്ന ഭയരഹിതമായ അവസ്ഥയാണ് അഘോരി പൂജയിലൂടെ ലക്ഷ്യമാക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.